ആക്ട്രസ് മിസ്സസ് പ്രിയങ്ക നല്ലൊരു കൈയോട് കൂടി ചേച്ചി ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ചേച്ചി. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യട്ടെ. ഞാൻ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഫാദർ, മദർ എല്ലാവരും ഉണ്ട്. ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. പക്ഷെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാതിരിക്കാനും കഴിയില്ല. കാരണം ഫുഡാണ് നമ്മളെ ഏറ്റവും വലിയ മനസ്സിന് സന്തോഷമുള്ള സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുക. ഞങ്ങൾ ഈ എറണാകുളത്ത് മിക്ക സ്ഥലങ്ങളിലും ഫുഡ് നല്ലത് എവിടെയാണോ അവിടെ പോയി കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്നെ പെട്ടെന്ന് വിളിച്ചത് വരണം എന്ന് പറഞ്ഞാൽ അനൂപ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ നല്ലൊരു ഫ്രണ്ടുമാണ്. പിന്നെ ആ പേര് അനൂപ് എന്നുള്ള പേര് എല്ലാവർക്കും അറിയാലോ. എൻ്റെ ഭർത്താവിൻ്റെ പേരും അനൂപ് തന്നെയാണ്. അപ്പോൾ ആ പേരും കൂടെ ഉള്ളതുകൊണ്ട് മാത്രം വന്നതല്ല, അനൂപിനോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ ഫാമിലി എല്ലാവരും ഞാൻ വന്നിട്ടുണ്ട്. പഴയ ദർബാറിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ബാക്കി എല്ലാ ഫുഡിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ നോക്കുന്ന ഫിഷ് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തിയാണ്. ഞാൻ മത്തിയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നോക്കാറ്. പക്ഷേ ഇവിടെ ഒരു വലിയ ഉപകാരങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇവർ ഈ ഷോപ്പ് എടുക്കുന്നത് തന്നെ എന്താണെന്നറിയോ? മാങ്ങ പറിക്കാം, നല്ല ഒന്നാന്തര മീനകത്ത് മാങ്ങയും ഇത്തിരി തേങ്ങയൊക്കെ അരച്ച മാങ്ങയൊക്കെ ഇട്ടുള്ള ഒരു മുളകൊക്കെ ഇട്ടുള്ള ഒരു കറി, അതെല്ലാം എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഇത്രയും നല്ല മാങ്ങയും കൂടി ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ അനൂപ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, മാങ്ങ ഇട്ട മീൻകറി അല്ലേ. അതെന്തായാലും നമ്മളെല്ലാവരും വന്ന് കഴിച്ച് ഒരു രണ്ടാമതൊരു സ്ഥലം കൂടെ ഇതുപോലെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്ഥലത്തെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും രണ്ടാമത് ഒരെണ്ണം കൂടെ ഉദ്ഘാടനം ചെയ്യുക. ഇനി ഒരു മൂന്നാമത് ഒരെണ്ണം കൂടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ വിളിക്കണം. അപ്പം ഞങ്ങൾ വീണ്ടും നാലാമത് ഒരെണ്ണം കൂടെ ഉദ്ഘാടനം ചെയ്യാൻ വരും. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹോട്ടലായാലും എന്താണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയും വന്ന് കഴിച്ചിട്ട് എല്ലാവരും പറയുന്നതുമാണ് ഒരു ഹോട്ടലിൻ്റെ എന്ത് കാര്യത്തിനും ഒരു വിജയം ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര വേഷങ്ങൾ ചെയ്തു വന്ന ആളൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടറാണെങ്കിലും, നാരനടി ശകുന്തലയാണെങ്കിലും, ചെന്താട്ടി, അങ്ങനെ ഒത്തിരി ക്യാരക്ടറാണെങ്കിലും നിങ്ങളുടെ ഒരേ ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരാളാണ് ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചൂടെ? ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ചീത്തയായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയണത്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നോക്കി നമ്മൾ കഴിക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കയ്യിൽ നമ്മുടെ അച്ഛനെയും അമ്മയും ഫാമിലിയും കൊണ്ടുവരണം. അവരെയും കൊണ്ടിരുത്തി എല്ലാവരും കൂടി ഫുഡ് വല്ലയിടത്തൊക്കെ പുറത്തു പോയി കഴിക്കാൻ ഞങ്ങളിപ്പോൾ ഉള്ള സ്ത്രീകൾക്ക് അല്ലേ, നമുക്ക് വലിയ കാര്യമല്ലേ. എല്ലാ ദിവസവും ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മൾ കിച്ചണിൽ കിടന്ന് ജോലി ചെയ്ത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മളെല്ലാവരും, ശരിയല്ലേ, നമ്മളെല്ലാവരും